പൂക്കോയി പൊലയാടി മോനെ. എന്താ മറ്റേ ആടുതോമേല ഞാൻ ചോദിക്കണമെന്ന് വിചാരിച്ചാണ്, മറന്നുപോയി. റോൾ മോഡൽ ഉണ്ടോ ആരെങ്കിലും? ഉണ്ട് ഉണ്ട് ഉണ്ട്, ആറാട്ടുണ്ട്. കാര്യമായിട്ട് പറ. ആക്ടിങ്ങില് അതെ പറയാം. ചോദിക്കും പറഞ്ഞു. റോൾ മോഡല് എനിക്കിഷ്ടം ഇന്ദ്രൻസിനാണ്. ഇന്ദ്രൻ ചേട്ടന് എന്തുകൊണ്ടാണ്? കാര്യം പുള്ളി വന്നത് ആദ്യം മുതൽ എടുത്തു നോക്കാം, ശരിയല്ലേ? ശരി ശരി. ചില നടന്മാരുടെ തല്ലലും പിടിക്കലും അതിനകത്ത് ഒരുപാട് കളിയാക്കല്, അതാ പറഞ്ഞത്. അതായത് കളിയാക്കലും കാര്യങ്ങളും എടുത്ത് ഇന്ന് പുള്ളി ദേശീയ അവാർഡ് മേടിച്ച മനുഷ്യനാണ്. ശരിയാ ശരിയാ. സിനിമയിലെ അഭിനയം നമുക്ക് അതല്ലേ ഞാൻ പറഞ്ഞത്. ഓമിൽ ശരിക്കും പറഞ്ഞാൽ അവാർഡ് കൊടുക്കേണ്ട എന്തോ വിഷയം വന്നുകൊണ്ട് പോയതാ. പക്ഷെ ഇന്ദ്രൻസിനാണ് ഞാൻ റോൾ മോഡൽ ഉണ്ടാക്കുന്നത്, വേറെ ഒന്നും കൊണ്ടല്ല. പുള്ളി ആ വന്ന സമയം പോലെ എടുത്ത് നോക്കിയാൽ മതി. ഒരുപാട് ആൾക്കാർ കളിയാക്കി ഇപ്പൊ മോഹൻലാലും മമ്മൂട്ടിനും മേളിലായി പുള്ളി. കാരണം അത്ര വലിയ അവാർഡൊക്കെയാണ് പുള്ളി മേടിച്ചണം. അല്ല അങ്ങനെ പറയാൻ പറ്റില്ല. അല്ല എന്നാലും ഞാൻ പറഞ്ഞതാ, ഉള്ള കാര്യം ഞാൻ തുറന്നു പറയാം. എനിക്ക് ആരും പേടിയൊന്നുമില്ല. എനിക്ക് ലാലേട്ടൻ. കാര്യം എന്താ വെച്ചാൽ അയൽവാസി ആയതുകൊണ്ട്. തേവരിലെ വീട് ഫാൻസിന് ഉണ്ട്. പുള്ളിക്ക് വേണ്ടി തല്ലാ കൊണ്ടുണ്ട്. ലാലേട്ടന് വേണ്ടി തല്ലാ കൊണ്ടുണ്ട് ഫ്ലെക്സിന്റെ കേസിലൊക്കെ. ലാലേട്ടന്റെ ഒരു അടിപൊളി ഡയലോഗ് പറയാമോ? ഒരു അടിപൊളി ഡയലോഗ് പറയാമോ? പൂക്കോയി പൊലയാടി മോനെ. എന്താ മറ്റേ ആടുതോമേല ആടുതോമേല ഡയലോഗാ. അല്ല അത് ആടുതോമ സ്പടികത്തില്. അല്ല എന്തുകൊണ്ടാണ് പെട്ടെന്ന് അത് സ്പടികം എപ്പോഴും മനസ്സിൽ കിടക്കുന്ന സ്പടികമാണ്. മോഹൻലാലിന്റെ പെട്ടെന്ന് ഞാൻ ഒരു സിനിമ മാത്രം മനസ്സിൽ കേട്ടിട്ടുള്ളൂ, അത് സ്പടികമാണ്. അല്ല ഞാൻ സാധാരണ ലാലേട്ടന്റെ ഡയലോഗ് പറയുമ്പോ വേറെ പല ഡയലോഗുകളാണ് ആളുകൾ പറയാറ്. ആദ്യമായിട്ടാണ് ഈ ഒരു ഡയലോഗ് പറയുന്നത് കേൾക്കുന്നത്. വൈരാഗ്യ ബുദ്ധി കുറച്ചുണ്ട്. അത് ഒരാളെ തല്ലൊന്നുമില്ല. എന്താ പറയാ, നമ്മള് അല്ല ഒരാളെ ഉപദ്രവിക്കണമൊന്നുമില്ല. നമ്മള് പ്രാർത്ഥിക്കുക അവർക്ക് വേണ്ടി. നമ്മളെ ഉപദ്രവിച്ചെങ്കിൽ അവർക്ക് നല്ലത് കിട്ടുക. ഇപ്പൊ പെട്ടെന്ന് ഫീൽ ചെയ്യും, പെട്ടെന്ന് ഇതാവുന്ന ആളാ. അപ്പൊ എന്തായാലും നമുക്ക് വൈൻഡപ്പ്. എനിക്ക് തോന്നുന്നു വിഷ്ണു കൊച്ചിക്കാരന്റെ ആദ്യത്തെ ഇന്റർവ്യൂ സിംഗിൾ ഇന്റർവ്യൂ അല്ലേ? അതെ. നിങ്ങളുടെ ശൃംഗാരം പ്ലസ് ഹാസ്യം ഇതിന്റെ കോമ്പിനേഷനാണ്. ഈ ഒരു ലുക്ക് മെയിൻറ്റെയിൻ ചെയ്യാനുള്ള കാരണം എന്താ? അതായത് ഈ മീശ ഒന്നും വളർത്തണം എന്നുള്ള ആഗ്രഹം ഈ ലുക്കിലുള്ള വൈറലായത് അതുകൊണ്ടിട്ടാണ്. ആ ടൈമില് വൈറലായ ടൈമില് ഇതൊന്നും ഇല്ലല്ലോ, മുടി മാത്രം. അല്ലാതെ ഇതൊക്കെ വടിച്ച് മീശയും താടിയൊക്കെ വരുന്ന ഒരാൾ തന്നെയാണ് ഞാൻ. പക്ഷെ അത് വെച്ച് ചിലപ്പോൾ ആൾക്കാർ തിരിച്ചറിയാൻ സാധ്യത. ജീവിതത്തില് പ്രണയം സിനിമയോടാണ് കൂടുതൽ പ്രണയം തോന്നിയിരിക്കുന്നത്. അല്ലാതെ പ്രണയം ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല. ഇല്ല. അതെന്താ? താല്പര്യമില്ലാത്തതുകൊണ്ട്. എല്ലാം നല്ല ശീലങ്ങളാണ്. ഭക്ഷണം കഴിക്കും, അല്ലാതെ അങ്ങനെയില്ല. കാര്യം എന്താ വെച്ചാൽ നമ്മളെല്ലാരും ഭക്ഷണം കഴിക്കാൻ ആൾക്കാരാണല്ലോ. ഏറ്റവും കൂടുതൽ ഇഷ്ടം കഞ്ഞിയും പയറുമാണ്. അത് വേറൊന്നും കൊണ്ടല്ല, രാത്രി അതാണ് രാവിലത്തെ ഫുഡ്. രാത്രി ചോറിൽ പയറുകറിയും പിന്നെ തൈരും പൊട്ടിച്ചൊഴിച്ച് 2 മുളക് അരിഞ്ഞിട്ടിട്ട് രാവിലെ എടുത്തിട്ട് അടിക്കും. അതെടുത്തിട്ട് രാവിലെ എടുത്ത് ഓട്ടോ ഓടിക്കാൻ പോകും. അതാണ് ഈ വണ്ണം, ഈ ഒരു ശരീരത്തിൽ. വെറുതെ വണ്ടിയിലിരിക്കുമ്പോ എന്തായാലും ശരീരം അനങ്ങാത്തവരുടെ എത്രയോ വണ്ണം വെക്കാത്തവരുണ്ട്. ശരീരം അനങ്ങാത്ത എത്രയോ ആൾക്കാരുണ്ട്, അവർ വണ്ണം വെച്ചിട്ടുണ്ട. അപ്പൊ അത് പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പൊ എന്തായാലും നമുക്ക് അതായത് അണ്ണൻ ചോദിച്ചത് പെരേരനെയാണോ ആറാട്ടൻ തന്നെയാണോ നിങ്ങൾക്ക് ഇഷ്ടം? കൂടുതൽ ഇഷ്ടം രണ്ടുപേരോടും കൂടിയാ. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നെ കൊണ്ടുവന്നത് പെരേരെ ഈ ഒരു ഫീൽഡിലേക്ക് കൊണ്ടുവന്നത്. അപ്പൊ വന്ന വഴി മറക്കരുതല്ലേ. ഒരെണ്ണം സെലക്ട് ചെയ്യാൻ പറഞ്ഞാലോ?
ഒരെണ്ണം സെലക്ട് ചെയ്യുമ്പോഴത്തേക്ക് രണ്ടുപേർക്കിട്ട് ഓരോ അടി ഞാൻ കൊടുക്കും. അടി കൊടുത്തിട്ട് ആരാണ് ആദ്യമായിട്ട് എന്നോട് ക്ഷമിക്കണത് അവരെ ഫസ്റ്റ്. അപ്പൊ ആട്ടനോട് ആയിരിക്കും ചിലപ്പോ ക്രഷ് ക്ഷമിക്കുന്ന ഒരാളല്ല അല്ലേ? രണ്ടുപേരെ തിരിച്ചിട്ട് പട്ടാതെ പോലെ രണ്ടടി കൊടുക്കും. അതുകൊണ്ട് ആരോട് ക്ഷമിക്കണം. അപ്പൊ അവരോടായിരിക്കും ആറാട്ട പറഞ്ഞ ക്രഷ്. അപ്പൊ എന്തായാലും വിഷ്ണു കൊച്ചിക്കാരന്റെ ഒരു സിംഗിൾ ഇന്റർവ്യൂ ആദ്യമായിട്ട് എടുക്കാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷം. ഇപ്പൊ താങ്കൾക്ക് സിനിമയിൽ ഇപ്പോ അഭിനയിച്ചു, നല്ല നല്ല വേഷങ്ങളൊക്കെ ഇനി കിട്ടട്ടെ എന്ന് ആഗ്രഹിക്കുന്നു, ആശംസിക്കുന്നു. താങ്ക് യു സോ മച്ച്.